ഒരാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി പറഞ്ഞ് ഇസ്ലാമിലേക്ക് വന്നാൽ, പ്രത്യക്ഷത്തിൽ വന്നാൽ, ഓൻ്റെ ഉള്ളിൽ കീറി വെക്കേണ്ട കടമയൊന്നും നമുക്ക് ആർക്കും ഇല്ല. ഓൻ പിരിവുണ്ടാക്കാൻ വേണ്ടി വന്നതാണ്, കുട്ടികളെ കെട്ടിച്ച് നമ്മൾ സഹായം കിട്ടിച്ചിട്ട് വന്നൊന്നും നമ്മൾ പറയേണ്ട യാതൊരു ആവശ്യമില്ല. കുറച്ചൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ആയി ഇങ്ങനെ നമ്മളെ കൂടെ ഇങ്ങനെ കൂടിയാടി ഇങ്ങനെ പിന്നെ നല്ല ഉറച്ച ഈമാൻ ഉണ്ടാവും ചെയ്യും. സക്കാത്ത് കൊടുക്കുമ്പോൾ മുഅല്ലഫത്ത് ഖുലൂബിന് കൊടുക്കണം എന്ന് പറഞ്ഞല്ലോ. ഹൃദയങ്ങൾ മെരുക്കിയെടുക്കപ്പെടേണ്ടവർ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇസ്ലാമിലേക്ക് വന്നാണ് ഈമാൻ ശക്തമായിട്ടില്ല, ദുർബലമായ ഈമാനേ ഉള്ളൂ. ആ ഫസ്റ്റ് ഘട്ടത്തിൽ ചിലർക്ക് അങ്ങനെ ഉണ്ടാവും. അപ്പോൾ പിന്നെ സക്കാത്തൊക്കെ അവൻ പൈസക്കാരൻ തന്നെയാണ്, പിന്നെ നല്ലോണം സക്കാത്തും വീതങ്ങളൊക്കെ കിട്ടിയപ്പോൾ നല്ല ഉഷാറായിട്ട് ഈമാൻ ഉറച്ചുകൊണ്ട് വരികയും ചെയ്യും. അങ്ങനെയൊക്കെ ഹിക്മത്തുകളുണ്ട്. അപ്പം അതുകൊണ്ട് ഒരാൾ മുസ്ലിമാണോ എന്ന് പറഞ്ഞ് ഇസ്ലാമിലേക്ക് വന്നതെന്ന് പറഞ്ഞാൽ മുനാഫിക്കാണോ അല്ലേ നമ്മൾ നോക്കേണ്ട ആവശ്യം നമുക്കില്ല. നമുക്കുള്ള പ്രമാണം അതാണ്. ഇനി ഒരാൾ കുഫറിൻ്റെ കാര്യങ്ങൾ പബ്ലിക്കിൽ ചെയ്താലും അങ്ങനെ തന്നെ നമ്മൾ മുർത്തതാണെന്ന് വിധി ചെയ്തു. അപ്പോൾ അങ്ങനെ അന്യ മതസ്ഥരുടെ സിയ്യുകളൊക്കെ അവരുടെ ചിഹ്നങ്ങളൊക്കെ ധരിച്ച് അവരുടെ ആരാധനാലയങ്ങളിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ കറുത്ത തുണിയൊക്കെ ഇട്ട് മറ്റേ ഇരുമുടിക്കെട്ടൊക്കെ ആയിട്ട് അങ്ങനെ മലക്ക് പോയാൽ ഓൻ കാഫറായിന്ന് നമ്മളെന്താക്കും? വിധിക്കും. ഓൻ്റെ ഉള്ളിൽ ഈമാൻ ഉണ്ടെങ്കിൽ അള്ളാഹിൻ്റെ അടുത്ത മുഅ്മിൻ തന്നെയാണ് ഈ കാര്യം. അത് അള്ളാഹ്ക്കേ അറിയുള്ളൂ, അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഇങ്ങോട്ട് കയറ്റൂല. ഇങ്ങോട്ട് കയറ്റണമെങ്കിൽ സാത്തലുമില്ലെങ്കിൽ കയറ്റുള്ളൂ എന്നുള്ളത് പറയണം. ഷാത്തലുമല്ല ഇനി പള്ളി കയറ്റൂല, അത് മനസ്സിലിട്ടണോ? ഷാത്തലുമില്ലെങ്കിൽ ഇനി പള്ളിക്ക് കടക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഒരാളെ പറ്റി. അതിൻ്റെ അർത്ഥം ഒരു കാഫറായണമെന്നൊന്നുമല്ല. ആ കുഫറിൻ്റെ പണി പബ്ലിക്കിൽ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് ഹൃദയത്തിൽ കുഫറുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ്. അപ്പോൾ നമ്മളെന്താ വിധിക്കുക? പ്രത്യക്ഷത്തിൽ ഞാനും നാക്കും ബില്ല വാരി, നമ്മൾ ലായർ കൊണ്ടേ വിധിക്കുള്ളൂ. വല്ലാഹു യതവല്ല സറായർ, രഹസ്യങ്ങളൊക്കെ ആരാണ്? അപ്പോൾ ഒരാൾ പബ്ലിക്കിൽ ഇസ്ലാം ഇങ്ങനെ ആയി കണ്ടാൽ നമ്മൾ മുസ്ലിമാന്ന് വിധിച്ച് പള്ളി കയറ്റും, മുസ്ലിം കൂട്ടത്തിൽ മറയും, കല്യാണമൊക്കെ നടത്തും. ഓനും അല്ലായിട്ടേക്കോളും. ഒരാൾ കുഫറിൻ്റെ പരിപാടി പ്രത്യക്ഷത്തിൽ കാട്ടി നടക്കുകയാണെങ്കിൽ ഓൻ കാഫറാന്ന് നമ്മൾ ഓൻ പള്ളി കയറ്റൂല, മുസ്ലിങ്ങൾ മക്കബ്രയിൽ മറയൊന്നുമില്ല. ചെയ്യണമെങ്കിൽ സാലത്തിൽമ ചെല്ലണം. ചിന്തിക്കാണ്ട് യുദ്ധത്തിൻ്റെ ബാബിൽ ഈ വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അമുസ്ലിങ്ങളുടെ ചിഹ്നങ്ങളും അവരുടെ മതചിഹ്നങ്ങളൊക്കെ അണിയുക, അങ്ങോട്ട് ഓല ആരാധനാലയത്തിലേക്കൊക്കെ പോവുക, അതിൻ്റെ അടയാളം എന്താണ്? അതിൻ്റെ തെളിവ് എന്താണ്? ഓൻ കാഫറാണെന്നാണ്. അടയാളം കൊണ്ട് നമുക്ക് ഉള്ളിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. അതല്ലേ നോക്കുക. അപ്പോൾ നമ്മൾ എന്ത് വിധിക്കും? കാഫറാണെന്ന് മുർത്തത നമ്മൾ വിധിക്കും. ചിലപ്പോൾ മുർത്തത്തൊന്നും ആയിക്കൊള്ളുന്നില്ല. ഓൻ വേറെ 4 വോട്ടിട്ടാൻ വേണ്ടിയാണ് ഈ കാര്യം ചെയ്ത്. അത് എത്ര ഉണ്ടാവുള്ളൂ. അതൊരു ഗുരുതരമായ തെറ്റാണ്. ഒന്നും കാഫറാവില്ല അള്ളാഹിൻ്റെ അടുത്ത്. നമ്മുടെ അടുത്ത് എന്താണ് നമ്മൾ വിധിക്കേണ്ടത്? കാഫറാണ്. അറിഞ്ഞിരിക്കണം.